Hello, good morning. Today we are discussing the main functions of financial management, investment decision. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്നുള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ റിലേറ്റഡ് ടു സെലക്ഷൻ ഓഫ് എൻ അസറ്റ് ഇൻ വിച്ച് ഫണ്ട് വിൽ ബി ഇൻവെസ്റ്റഡ് ബൈ എ ഫേം. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ കമ്പനിയുടെ ഫണ്ടുകൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യും, ആ ഒരു ഡിസിഷനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ദ അസറ്റ് ദാറ്റ് ക്യാൻ ബി അക്വയർഡ് ബൈ എ ഫേം മേ ബി ലോങ് ടേം അസറ്റ് ആൻഡ് ഷോർട്ട് ടേം അസറ്റ്. ഒരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് ആവശ്യമായ അസറ്റുകൾ ഒന്ന് ലോങ് ടേം അസറ്റുകളുണ്ടാവും, മറ്റൊന്ന് ഷോർട്ട് ടേം അസറ്റുകളുണ്ടാവും. ഈ ലോങ് ടേം അസറ്റുകൾ ഏത് പർച്ചേസ് ചെയ്യണം? ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. മിഷനറികൾ തന്നെ പലതരത്തിലുള്ള മിഷനറികളുണ്ടാവും, ലാൻഡ്, ബിൽഡിങ്, ഇവിടെ ഓൾട്ടർനേറ്റീവായിട്ടുള്ള കുറേ അസറ്റുകളുണ്ടാവും. ഏത് അസറ്റാണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്? ദ അസറ്റ് ദാറ്റ് ക്യാൻ ബി അക്വയർഡ് ബൈ എ ഫേം മേ ബി ലോങ് ടേം അസറ്റ് തന്നെ ഏത് നമ്മൾ പർച്ചേസ് ചെയ്യണം? കറണ്ട് അസറ്റ് ഏത് പർച്ചേസ് ചെയ്യണം? ഈ ലോങ് ടേം അസറ്റ് പർച്ചേസ് ചെയ്യുന്നതിന് നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയും. ഷോർട്ട് ടേം അസറ്റുകൾ നമ്മൾ മാനേജ് ചെയ്തതിന് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻ്റ് എന്നും പറയും. ഡിസിഷൻ വിത്ത് റിഗാർഡ് ടു ലോങ് ടേം അസറ്റ് ഈസ് കോൾഡ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ലോങ് ടേം അസറ്റുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയും. ഡിസിഷൻ വിത്ത് റിഗാർഡ് ടു ഷോർട്ട് ടേം ഓർ കറണ്ട് അസറ്റ് ഈസ് കോൾഡ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. പ്രധാനപ്പെട്ട രണ്ട് ടേംസാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങും വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റും. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് കറണ്ട് അസറ്റ്, കറണ്ട് ലാബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിങ് ലോങ് ടേം അസറ്റിലെ ഫിക്സ്ഡ് അസറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലോങ് ടേം അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. The first one, capital budgeting. Capital budgeting simply means investment decision. It is the process of allocation the resources of the organization in the long-term investment project to generate profit. It is the process of selecting those investment proposal which are worthwhile to invest the available fund. നമ്മുടെ കയ്യിലുള്ള ഫണ്ടുകൾ ഉപയോഗിച്ചിട്ട് ഏറ്റവും മാക്സിമം റിട്ടേൺ കിട്ടുന്ന ക്യാപിറ്റലിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. അതിനെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മാക്സിമം റിട്ടേൺ കിട്ടുന്ന ക്യാപിറ്റൽ അസറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിനെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് റിലേറ്റഡ് ടു സെലക്ഷൻ ഓഫ് എൻ അസറ്റ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ വിച്ച് വുഡ് yield ബെനിഫിറ്റ് ഇൻ ഫ്യൂച്ചർ. ഇറ്റ് ഇൻവോൾവ് 3 എലമെൻസുകൾ. ഇതിൻ്റെ അകത്ത് നമുക്ക് 3 എലമെൻസുകൾ പ്രധാനമായിട്ട് കാണാം. ഒന്ന് വർത്ത് ഓഫ് ദ പ്രപ്പോസൽ, സെക്കൻഡ് വണ് എവാലുവേഷൻ ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ ഇൻ ടേംസ് ഓഫ് റിസ്ക്, പ്രധാനപ്പെട്ട ടേമാണ് റിസ്ക്. മറ്റൊന്ന് ഇവാലുവേഷൻ ഓഫ് ദ വർത്ത് ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ അഗെയിൻസ്റ്റ് സർട്ടൻ നോംസ് ഓർ സ്റ്റാൻഡേർഡ്, ദ സ്റ്റാൻഡേർഡ് ബ്രോഡ്ലി നോൺ ആസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇപ്പം ഗ്രോത്ത്, റിസ്ക്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് മെയിൻ എലമെൻസുകൾ ക്യാപിറ്റൽ ബഡ്ജറ്റിൻ്റെ. ദ നെക്സ്റ്റ് പോയിൻ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഓർ റോൾ ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഈസ് കൺസേൺ വിത്ത് ഹെവി എക്സ്പെൻഡിച്ചർ ഡിസിഷൻസ്. നമ്മൾ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇവിടെ വരുന്നത്, ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൽ വരുന്നത്. ദ ബെനിഫിറ്റ് ഓർ റിട്ടേൺ ഫ്രം സച്ച് എക്സ്പെൻഡിച്ചർ ഈസ് എക്സ്പെക്റ്റഡ് ടു ബി ഡിറൈവ്ഡ് ഓവർ മെനി ഇയേഴ്സ് ഇൻ ഫ്യൂച്ചർ. നമ്മളൊരു ക്യാപിറ്റൽ ബഡ്ജറ്റിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, ഒരു ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റിട്ടേൺസ് ഫ്യൂച്ചറിൽ മെനി ഇയേഴ്സ്, കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ റിട്ടേൺ, അതിൻ്റെ മുതൽ മുടക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ 50 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ആ 50 ലക്ഷം തിരിച്ച് കിട്ടണമെന്നില്ല. ഒരുപാട് വർഷങ്ങളുടെ റിട്ടേൺ ശേഷമേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ച് കിട്ടുള്ളൂ. ദിസ് മേക്ക് ദ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ മോർ കോംപ്ലക്സ്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ
ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ദിസ് ഡിസിഷൻ എഫക്റ്റ് ദ ലോങ് ടേം പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ എൻ്റർപ്രൈസസ്. സക്സസ് ഓർ ഫെയിലിയർ ഓഫ് എൻ്റർപ്രൈസസ് ഇസ് ഡിപ്പെൻഡ് അപ്പോൺ ദ ക്വാളിറ്റി ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റ് ഡിസിഷൻസ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ സക്സസ്സും ഫെയിലിയറും ഡിപ്പെൻഡ് ചെയ്യുന്നത് നല്ല ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ മൂലമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺസാണ് പറയുന്നത്. ദ ഫസ്റ്റ് വൺ, ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ്റെ അകത്തിടും. It involves huge investment in permanent asset, hence it require careful planning and appraisal. The second one, long-term implications. Capital budgeting decision have a long-term effect on the future profitability and cost structure of the firm. A right decision may bring amazing returns. Wrong decision may danger the survival of the firm. The third one, ഇറിവേഴ്സിബിൾ ഡിസിഷൻസ്. നമ്മളൊരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ ചേഞ്ച് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാനേ പറ്റില്ല. ഒരു ലാൻഡ്, ബിൽഡിങ്, മെഷീനറി, ഹ്യൂജ് എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ ചേഞ്ചസ് വരാൻ വളരെ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ തീരെ സാധ്യമാവില്ല. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ വൺസ് മെയ്ഡ് കനോട്ട് ബി റിവേഴ്സ്ഡ് ഈസിലി. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു അബാൻഡൺ ദ പ്രൊജക്റ്റ് വൺസ് ദ ഫണ്ട് ഹാവ് ബീൻ ഇൻവെസ്റ്റഡ് ഇൻ ഇറ്റ്. ദ ഫോർത്ത് വൺ, റിസ്ക്. ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് ഓഫ് ഫണ്ട് ഇൻവോൾവ് ഗ്രേറ്റർ റിസ്ക് ആൻഡ് അൺസർട്ടണിറ്റി. കൂടുതൽ റിസ്ക്കും ഉണ്ട്, മാത്രമല്ല അൺസർട്ടണിറ്റിയാണ്. നമുക്ക് ഫ്യൂച്ചറിലാണ് അതിൻ്റെ റിട്ടേൺ കിട്ടുക, അത് എത്രയാണെന്ന് പോലും പറയാൻ പറ്റില്ല. മാത്രമല്ല റിസ്ക് വളരെ കൂടുതലാണ്. ദ ലോങ്ങർ ഈസ് ദ പീരീഡ് ഓഫ് പ്രൊജക്റ്റ്, ദ ഗ്രേറ്റർ മേ ബി ദ റിസ്ക് ആൻഡ് അൺസർട്ടണിറ്റി. Capital budgeting decision involve a huge degree of risk because huge current fund are invested, benefit are realized over future years. Capital budgeting decision are irreversible. Gestation period is long. എപ്പോഴാണ് നമുക്കതിൻ്റെ തിരിച്ച് കിട്ടുക, അത് മുതൽ മുടക്ക് തിരിച്ച് കിട്ടുക എന്നുള്ളത് ലോങ് ആണ്. ദ ഫിഫ്ത്ത് വൺ, ഗ്രോത്ത്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എഫക്റ്റ് ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ വളർച്ചയെ ഏറ്റവും സ്വാധീനിക്കുന്ന ഒരു ഫാക്ടറാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ റിസൾട്ട് ഇൻ ക്യാഷ് ഔട്ട്ഫ്ലോ ഇമ്മീഡിയറ്റ്ലി. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് പുറത്തേക്ക് പോകുന്നു, ക്യാഷ് ഔട്ട്ഫ്ലോ. ക്യാഷ് ഇൻഫ്ലോ ആർ ജനറേറ്റഡ് ഇൻ ഫ്യൂച്ചർ. ഇൻഫ്ലോ ആണെങ്കിൽ ഫ്യൂച്ചറായിട്ട് ബന്ധപ്പെട്ടതാണ്. ക്യാഷ് ഇൻഫ്ലോ ആർ ജനറേറ്റഡ് ഇൻ ഫ്യൂച്ചർ, ദ കറണ്ട് ഏർണിംഗ് വിൽ ബി ഇംപ്രൂവ്ഡ്. ക്യാഷ് ഇൻഫ്ലോ കിട്ടിയാൽ മാത്രമേ ബിസിനസ് സ്ഥാപനത്തിലെ കറണ്ട് ഏർണിങ്സ് ഇംപ്രൂവ് ആവുള്ളൂ. The sixth point, impact on firm competitive strength. The capital budgeting decision affects the capacity and strength of a firm to face competitions. വെല്ലുവിളികളെ നേരിടാൻ നല്ലൊരു ക്യാപിറ്റൽ ഡിസിഷൻസ് സഹായിക്കുന്നു. ബിസിനസ് സ്ഥാപനത്തിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നല്ലൊരു ക്യാപിറ്റൽ ഡിസിഷൻസാണ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസാണ്. ദെൻ സെവൻത്ത് പോയിൻറ്റ്, മോസ്റ്റ് ഡിഫിക്കൽട്ട് ഡിസിഷൻസ്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഡിസിഷനാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ്. ദ എയ്ത്ത് വൺ, കോസ്റ്റ് കൺട്രോൾ. ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ദർ ഈസ് എ റെഗുലർ കമ്പാരിസൺ ഓഫ് ബഡ്ജറ്റഡ് ആൻഡ് ആക്ച്വൽ എക്സ്പെൻഡിച്ചർ. Thus, cost control is facilitated through capital budgeting. The ninth point, wealth maximization. The basic objectives of financial management is to maximize the wealth of the shareholders. ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിന് മാക്സിമം റിട്ടേൺ ഉണ്ടാക്കി കൊടുക്കുക, അവരുടെ ഗ്രോത്താണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഹെൽപ്പ് ടു അച്ചീവ് ദിസ് ബേസിക് ഒബ്ജക്റ്റീവ്. The last point, economic and social consequence because of large size. There is an increasing trend toward the creation of larger business by amalgamation and globalization. And see, if the investment decision are bad, the economic and social consequence would be very serious. ഇതിലുള്ള പ്രധാനപ്പെട്ട ഒരു 5-8 പോയിൻറ്റുകൾ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക.
ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിങ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു തിയറി ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, താങ്ക് യു.